പത്തനംതിട്ട പോക്സോ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ ഇരയായ പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് പോലീസ്. ഈ കേസിൽ 4 പ്രതികളാണുള്ളത്. നന്ദുഷയുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. നന്ദുഷ, ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ആ പെൺകുട്ടി സുരക്ഷിതയല്ല എന്ന തരത്തിൽ ഈ വാർത്ത വരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? അതായത് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരങ്ങളിൽ നിരവധി ഒഴിഞ്ഞ കെട്ടിടങ്ങളും ഒഴിഞ്ഞ കോണുകളുമുണ്ട്. ഈ പെൺകുട്ടിയെ ഈ പീഡിപ്പിച്ചവരിൽ ചില ഈ പത്തനംതിട്ട ജില്ലയുടെ ഈ ഒഴിഞ്ഞ ഭാഗത്ത്, ജനറൽ ആശുപത്രിയിലെ ഈ ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് വിശദമാക്കുന്നത്. അല്ലാതെ ആശുപത്രിയുടെ സജീവമായ ഇടങ്ങളിലൊന്നുമല്ല പെൺകുട്ടിക്ക് പീഡനം ഏറ്റിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെൺകുട്ടി ഈ പറയുന്ന പ്രതികളിൽ ചിലരെയൊക്കെ ഭൂരിഭാഗം പേരെയും കണ്ടത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാണ് മിക്കവരും ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതും അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതോടൊപ്പം വാഹനത്തിൽ ഉൾപ്പെടെ തൊടുപുഴയിൽ വാഹനം നിർത്തിയിട്ടുൾപ്പെടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പത്തനംതിട്ട ടൗണിലെ വിവിധ ഇടങ്ങളിൽ പെൺകുട്ടിക്ക് പീഡനമേറ്റിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നത്. ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ തന്നെയാണ് വിവരമുള്ളത്. ജനറൽ ആശുപത്രിയുടെ ഒഴിഞ്ഞ ഫോണിൽ കൊണ്ടുപോയാണ് ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതോടൊപ്പം ഇന്ന് ഇതുവരെ 28 പ്രതികളാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. നന്ദുഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.